ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2165. ഇന്ന് ഡിസംബർ മാസം 4-ാം തീയതി 338-ാമത്തെ ദിവസത്തിലെത്തി. അമ്മ വഴികളിലൂടെ, മറിയമെന്ന അമ്മ വഴിയിലൂടെ, തുടർന്ന് യൗസേപ്പ് എന്ന അപ്പൻ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് യേശുവിടത്തിലേക്ക്. ക്രിസ്മസിൻ്റെതായ ഡിസംബറിന്റെ ഓരോ ദിനവും അങ്ങനെ കുറെ കൂടി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നേരിടുകയാണ്, നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് അവളോട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നിന്നോട് കൂടെ എന്നത് ഒരു ആശംസയും അതിലുപരി ഒരു യാഥാർത്ഥ്യത്തിന്റെ സ്ഥിരീകരണവുമല്ലേ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പൊതുവെ കാണുന്ന ഒരു പ്രയോഗമാണിത്. ദൈവം ഒരു വ്യക്തിയെ എന്തെങ്കിലും സവിശേഷമായ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നൽകുന്ന വാഗ്ദാനവും ഉറപ്പുമാണ് താൻ കൂടെ ഉണ്ടായിരിക്കും എന്നത്. ഇസഹാക്കിന് നൽകിയതായി ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം, യാക്കോബിന് നൽകിയതായി ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം, യൗസേപ്പിന് നൽകിയതായി 39-ാമത്തെ അധ്യായം, പിന്നെ മോശ, യോശുവ തുടങ്ങി നിരവധി ഉദാഹരണങ്ങളില്ലേ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ. കൂടെയുണ്ടെന്നാ പറയുക. കർത്താവ് കൂടെയുണ്ടെന്നത് മാറ്റം വരാത്ത ഒരു വാഗ്ദാനമാണ്. അതോടൊപ്പം ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം അത്ര എളുപ്പമുള്ളതല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട എന്നൊരു സാന്നിധ്യ ബോധം. സഹായത്തിന് ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന ഉറപ്പും മറിയം പതിയെ കാര്യങ്ങളിലേക്ക് ഉണർന്നെത്തുകയാണ്. അതോടുകൂടി എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങളെ ഓർത്താണ് നമ്മൾ ആകുലപ്പെടുന്നത്, ഭയപ്പെടുന്നത്. മറിയത്തിന് മാത്രം ലഭിച്ച ഒരു പ്രത്യേക കൃപയാണ് ഇതെന്ന് നമ്മൾ കരുതണ്ട. സമാനമായ കൃപ നമുക്കെല്ലാവർക്കും ലഭ്യമാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. അത് യൗസേപ്പിന് ദൈവദൂതൻ നൽകുന്ന സന്ദേശമല്ലേ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. മറിയത്തിന്റെ സന്തോഷത്തിന് നിദാനമായ ദൂതൻ എടുത്തു പറഞ്ഞത് കർത്താവ് അവളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. എന്തായാലും ദൈവം തന്റെ കൃപ സൗജന്യമായി വെച്ച് നീട്ടുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ മതി. അപ്പോൾ മറിയത്തെ പോലെ നമുക്കും ഹൃദയത്തിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ദൈവകൃപയ്ക്ക് പാത്രമായവളെ സന്തോഷിച്ചാലും കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആമേൻ.